ആകാശവാണി. നമസ്കാരം. കേന്ദ്ര ബജറ്റ് 2026-27 സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങൾ, വകയിരുത്തൽ, GDP തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജാണ്. ഒപ്പം ഞാൻ സോഫിയ ഡാനിയൽ. ശ്രീമതി മേരി ജോർജ്, ചർച്ചയിലേക്ക് സ്വാഗതം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്ന പ്രധാന മേഖലകൾ എന്തൊക്കെയാണ് മാം? ബജറ്റിൽ പറയുന്നത് തന്നെ തുടക്കം തന്നെ യുവജന ശക്തി പ്രയോജനപ്പെടുത്തി വികസനത്തിലേക്ക് നയിക്കുന്ന ബജറ്റ്, 3 കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബജറ്റ് എന്നൊക്കെയാണ്. ആ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കർത്തവ്യം രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക. രണ്ടാമത് വളർച്ച സസ്റ്റൈനബിൾ ആയിരിക്കുക. മൂന്നാമത് അതിനുവേണ്ടി നിങ്ങളുടെ വികസനം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലായിരിക്കട്ടെ എന്ന രീതിയിലുള്ള മുന്നേറ്റം. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വികസനം, സർവ്വജനവിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുള്ള ഒരു വികസനം, അതാണ് ഈ ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത്, ഇനി ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ അറിയാം, 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്താണത്? 5 ടീകളിലൂടെ ഞാൻ ഭാരതത്തെ വികസിത ഭാരതമാക്കും. എന്തൊക്കെയാണ് 5 ടീകളിൽ തുടങ്ങുന്ന വാക്ക്? ടെക്നോളജി, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ ആൻഡ് ട്രെയിനിങ്. ഇതായിരുന്നു ഈ 5 ടി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ട്രഡീഷൻ, ടൂറിസം. ഇതായിരുന്നു 5 ടീകൾ. അപ്പോൾ ഈ 5 മേഖലകൾക്കും ഈ ബജറ്റിൽ ഉയർന്ന പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാം, അതുപോലെ ഈ VBG റാംജി നിയമം നിലവിൽ വന്നതിന് ശേഷമുള്ള കേന്ദ്ര ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഈ പദ്ധതിക്കായുള്ള വകയിരുത്തൽ അത് ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണത്തിന് എത്രത്തോളം പ്രയോജനപ്പെടും? ഒപ്പം പ്രത്യേകിച്ച് 125 തൊഴിൽ ദിനങ്ങളും വകയിരുത്തലും അത് താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ഉപജീവനം ഉറപ്പാക്കുന്നതല്ലേ? അതെ, അതായത് തൊഴിലുറപ്പ് നിയമം തന്നെ 2005 വരുന്നത് സാധാരണ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ദരിദ്രരായ സ്ത്രീകളുടെ കയ്യിൽ അവർക്ക് തൊഴിൽ ലഭ്യമാകുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കും. ഒന്നാമത് പോഷകാഹാര ദാരിദ്ര്യം വളരെ കൂടുതലുള്ള ഇന്ത്യയിൽ സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്ന പണം ആ പോഷകാഹാര ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സഹായിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി വന്നത്. ഇപ്പോൾ ആ പദ്ധതിക്ക് ഒരു ഊന്നൽ കൊടുത്തിരിക്കുകയാണ്. അന്ന് 100 ദിവസത്തെ ജോലിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ 125 ദിവസത്തെ ജോലിയാണ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ 125 ദിവസത്തെ ജോലിയും 369 രൂപ ശമ്പളം, കൂലി, അതും ഒരു പക്ഷേ വർദ്ധിപ്പിച്ചേക്കാം ഇനി വരും കാലങ്ങളിൽ. അത്രയും ജോലി കിട്ടുക, അത്രയും രൂപ ഓരോ സ്ത്രീയുടെയും കയ്യിൽ, ഈ പങ്കാളിത്തം ഉള്ള സ്ത്രീകളുടെ കയ്യിൽ വരിക, അതൊക്കെ മുഴുവനും 2 തരത്തിലാണ് അത് നമ്മുടെ ഇക്കോണമിയെ ത്വരിപ്പിക്കുന്നത്. ഒന്ന്, ആ പണം മുഴുവനും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചെലവഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പണം മുഴുവനും ഉടനെ വിപണിയിൽ വരുന്നു. അങ്ങനെ വിപണി ഉത്തേജിക്കപ്പെടുന്നു. വിപണി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ മൈക്രോ, മാക്രോ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നിലവിൽ വരും. അങ്ങനെ നിലവിൽ വരുന്നതോടുകൂടി നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. ഇക്കോണമിയുടെ വളർച്ച നാം പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം നോക്കാം. ഈ വർഷം പറഞ്ഞിരിക്കുന്ന GDP എത്രയാണ്? പ്രതീക്ഷിക്കുന്ന GDP, അതായത് എക്സ്പെക്റ്റഡ് GDP എത്രയാണ്? 3,93,393 കോടിയാണ് പ്രതീക്ഷിക്കുന്ന GDP. 3,93,393 കോടി GDP എന്ന് പറയുമ്പോൾ നമുക്കൊരു താരതമ്യം നടത്തണം കഴിഞ്ഞ വർഷത്തെ GDPയുമായിട്ട്. കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന GDP എന്ന് പറയുന്നത് 3,54,97,923 കോടിയായിരുന്നു.
അതിൽ പക്ഷേ നേടിയതോ, അതായത് റീവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തിനിടകൊണ്ട് പ്രതീക്ഷിച്ച വളർച്ച വന്നോ, പ്രതീക്ഷിച്ച വളർച്ചയിൽ താഴെ പോയോ മുകളിൽ പോയോ എന്നറിയുന്നതാണ് റീവൈസ്ഡ് എസ്റ്റിമേറ്റ്. ആ റീവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 3,57,00,000 നമ്മുടെ GDP വളർന്നിരിക്കുന്നു. അതായത് പ്രതീക്ഷിച്ചത് 3,54,00,000 ലഭിച്ചത് 3,57,00,000. അപ്പോൾ സത്വര വളർച്ച. നമ്മൾ അന്നേരം ഓർക്കേണ്ടത്, ട്രംപ് ഭരണത്തിൽ വന്നതും നമ്മുടെ ബജറ്റ് കഴിഞ്ഞ വർഷത്തെ 25-26 ബജറ്റ് വന്നതും ഒക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. എന്നിട്ട് ട്രംപ് വിതച്ച വ്യാപാര പ്രശ്നങ്ങൾ, ആഗോളതലത്തിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ ലോഞ്ച് ചെയ്തു ട്രംപ്. ആ വ്യാപാര യുദ്ധം കൊണ്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ചിട്ട് പോലും GDP നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളർന്നു എന്നുള്ളത് ഇന്ത്യൻ ഇക്കോണമി അപ്രതീക്ഷിതമായ കാർമേഘങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇവിടെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യവും. അപ്പം നമുക്കൊന്ന് നോക്കാം, ഈ ബജറ്റിൽ എത്രയാണ് മൊത്തം വരുമാനം എന്ന് പറയുന്നത്. അതായത് ബജറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് മൊത്തം വരുമാനവും മൊത്തം ചെലവും വെച്ചാണ് പറയുന്നത്. രണ്ടും ഒന്നായിരിക്കുകയും ചെയ്യും. എന്താണ് അപ്പോൾ മൊത്ത വരുമാനം എന്ന് പറയുന്നത്? 53,47,315 കോടിയാണ് പ്രതീക്ഷിക്കുന്ന മൊത്ത വരുമാനം. അതുപോലെ തന്നെ മൊത്തം വരുമാനവും മൊത്തം ചെലവും ഈക്വലൈസ് ചെയ്യും സാധാരണ ബജറ്റുകളിൽ. അപ്പോൾ മൊത്തം ചെലവ് എന്ന് പറയുന്നതും 53,47,315 കോടിയാണ്. അപ്പോൾ അങ്ങനെ ഈ മൊത്തം ചെലവും മൊത്തം വരുമാനവും കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യം ചെയ്താലോ, കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന മൊത്തം ചെലവ് റീവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 49,64,842 കോടിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മൊത്ത വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 49 ലക്ഷം ആണെങ്കിൽ ഈ പ്രാവശ്യം 53 ലക്ഷമായിട്ട് മൊത്തം വരുമാനവും മൊത്തം ചെലവും വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകെ കൂടി നോക്കുമ്പോൾ വളരെ നല്ല ബജറ്റാണ്. ഇനി നമുക്കൊന്ന് ധനക്കമ്മി എത്രയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ധനക്കമ്മി 4.5% അത് ഞാൻ അടുത്ത ബജറ്റിൽ 4.3% കുറയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ധനക്കമ്മി 4.3% കുറച്ചിരിക്കുന്നു. അതുപോലെ നമുക്ക് നോക്കാം എത്രയാണ് റവന്യൂ ഡെഫിസിറ്റ് അഥവാ വരുമാന കമ്മി. അതായത് വരുമാന കമ്മി എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ ഡെഫിസിറ്റ് അഥവാ റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അതിവിടെ 1.5% വർദ്ധിച്ചിരിക്കുന്നു. അത് പക്ഷേ കഴിഞ്ഞ വർഷവും 1.5% തന്നെ ആയിരുന്നു. ഈ വർഷവും 1.5% ധനക്കമ്മിയാണ് ഒരു 0.1% കുറവ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മുന്നേറ്റമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് GDPയുടെയും റവന്യൂ കമ്മി, ധനക്കമ്മി എന്നിവയുടെയും ഒക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ ബജറ്റ് വലിയ പ്രോഗ്രസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. നമ്മളിപ്പം GDP പറഞ്ഞു, ഡെഫിസിറ്റ് പറഞ്ഞു. നമ്മൾക്കിനി ബജറ്റിലെ മറ്റ് മേഖലകൾ, ബജറ്റിൽ പരാമർശിച്ച മറ്റ് മേഖലകളെക്കുറിച്ച് കൂടി സംസാരിക്കാം. അതായത് സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. ഉദാഹരണത്തിന് എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ, അതൊരു പുതിയ ആശയമായിട്ട് തോന്നി. അതുപോലെ ഷീ മാർട്ട്, അത് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ആശയം കൂടിയല്ലേ? അതെ, അതായത് ഷീ മാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് 2014 പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിലേക്ക് നടത്തിയ സന്ദർശനം. അന്ന് അദ്ദേഹം കോഴിക്കോട് വെച്ച് പറഞ്ഞു, കേരളത്തിലെ കുടുംബശ്രീ സ്റ്റാർട്ടപ്സ്, മൈക്രോ എൻ്റർപ്രൈസസ്, ഇത്തരം മൈക്രോ എൻ്റർപ്രൈസസ് നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിക്കണം. അങ്ങനെ വ്യാപിച്ചാലാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാവുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഗുജറാത്തിലെ, UPയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഗവൺമെൻറ്റുകൾ കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുവെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ മൈക്രോ എൻ്റർപ്രൈസസ്, ഇപ്പോൾ സ്ത്രീകൾ നടത്തുന്ന മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്. അങ്ങനെ സ്ത്രീ ശാക്തീകരണം, കാരണം അദ്ദേഹത്തിനറിയാം സ്ത്രീ ശാക്തീകരണങ്ങളിലൂടെ കുടുംബങ്ങളെ ശാക്തീകരിക്കാമെന്നും അങ്ങനെ രാജ്യത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ രാഹിത്യവും തുടച്ചു മാറ്റാമെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള
ഒരു പദ്ധതി കൊണ്ടുവന്നതും ആ പദ്ധതിയുടെ കീഴിൽ മൈക്രോ എൻ്റർപ്രൈസസിനെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്ത്രീകളുടെ കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ കൂട്ടായ്മകളിലൂടെ മൈക്രോ എൻ്റർപ്രൈസസ് വളർന്നു വരുന്നതിനെയും പരിപോഷിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ വനിതാ ഹോസ്റ്റലുകൾ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലാകുമ്പോൾ സാധാരണ രീതിയിൽ സർവ്വസജ്ജമായ ഹോസ്റ്റലുകൾ ആയിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോന്നാണെങ്കിൽ പോലും അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അഭ്യസ്ത വിദ്യരുടെ നാടായ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനാശാസ്യ പ്രക്രിയകൾ. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിക്കാൻ സ്ത്രീകൾക്ക് സുരക്ഷിതമായി രാത്രിയും താമസിക്കാൻ ഉള്ള ഒരവസരമുണ്ടാവുക, ഒരു നല്ല ഹോസ്റ്റൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ തന്നെ അത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ അതായത് സ്ത്രീകൾ വികസന പാതയിൽ വളരെ ദൂരം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് അങ്ങനെ സ്ത്രീ ഹോസ്റ്റലുകൾ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ട് തന്നെ കാണണം. ഇനി അതുപോലെ വേറെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ 60+ പോപ്പുലേഷന് വേണ്ടിയുള്ള വയോജന സൗകര്യങ്ങൾ, വയോജന ആശുപത്രി സൗകര്യങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ട കെയർ ആൻഡ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് ഓർക്കണം, ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയിലെ വയോജനങ്ങളുടെ പെർസെൻറ്റേജ് 7%-ലും 8%-നും ഇടയ്ക്ക് മാത്രമാണ്. അതേസമയത്ത് ഈ കേരളത്തിലാണെങ്കിൽ അത് 18 മുതൽ 20% വരെയാണ്. അപ്പോൾ ഈ വയോജനങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടതും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും കേരളമാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് വഴിയൊരുക്കിക്കൊണ്ടാണ് ഈ ബജറ്റിൽ. പക്ഷേ ഇവിടുത്തെ കേരളത്തിലുള്ളവരാരും ഈ ബജറ്റിനെ പറ്റിയുള്ള ചർച്ചയുടെ കൂട്ടത്തിൽ വയോജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മുന്തിയ പരിഗണന അത് കേരളത്തിന് തന്നിരിക്കുന്ന പരിഗണനയാണ് എന്ന രീതിയിൽ നോക്കിക്കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ദോഷായിക ദൃക്കുകളായിട്ട് നോക്കുമ്പോൾ എല്ലാത്തിലും ദോഷം കണ്ടെത്താനാണല്ലോ മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഓൾഡ് ഏജിന് കൊടുത്തിരിക്കും. പിന്നെ അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം ഇന്ത്യയിൽ ആകമാനം കോവിഡിന് ശേഷം കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആകാം, അതുപോലെ തന്നെ അന്ന് തൊഴിലില്ലാതിരുന്നു, അതിനുശേഷവും ഒക്കെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ പ്രയോഗം ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അതൊക്കെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ആ മാനസികാരോഗ്യ ചികിത്സാ രംഗത്തിന് അതുകൊണ്ട് തന്നെ ഒരു ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബജറ്റിൽ കാണാം. അത് യുവജന ശക്തിയോടുകൂടി മുന്നേറുന്ന വികസനം എന്ന് പറയുന്നതിന് അടിവരയിടുന്നതാണ് ഈ മെൻ്റൽ സൗകര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പം ഇൻഡസ്ട്രിയൽ രംഗത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനാണ്. അത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. കാരണം ഇന്ത്യയിലെ മൊത്തം തൊഴിലിൻ്റെ 96% നിലനിൽക്കുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലാണ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലല്ല. അപ്പോൾ ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റ് അത് തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യം. കാരണം നീതി ആയോഗിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ട് 3,60,000 മൈക്രോ എൻ്റർപ്രൈസസ് ഇപ്പോഴും നിവരാതെ കിടക്കുന്നു കോവിഡിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം മൈക്രോ എൻ്റർപ്രൈസസിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ ബജറ്റ് മുൻപോട്ട് പോകുന്നത് എന്നത് വളരെ സന്തോഷകരമായി നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്ന ബജറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കേന്ദ്ര ബജറ്റ് 2026-27 ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ചയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. നിർവഹണ സഹായം സുധിൻ സൈനുദ്ദീൻ.